ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഹൻ കെ ജോൺസൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്പ്ലെൻഡറിൽ ഞാൻ ചെയ്തിരിക്കുന്ന മോഡ്സ് എല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ റൈഡിങ്ങിൽ ഉൾപ്പെടുന്നതും അതുപോലെ തന്നെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതുമായിട്ടുള്ള മോഡിഫിക്കേഷൻസാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2.75 ഇഞ്ച് വരുന്ന പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് കമ്പനി നൽകിയിരിക്കുന്നത്. എന്നാൽ ഞാൻ 3 ഇഞ്ച് സെക്ഷൻ വരുന്ന ടയേഴ്സാണ് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ത്രെഡ് വരുന്ന, അതായത് കട്ട കൂടിയ ടയേഴ്സാണ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇട്ടിരിക്കുന്നത്. അത് വണ്ടിയുടെ ലുക്സും ഇമ്പ്രൂവ് ചെയ്യും, ഓൺ റോഡ് ഓഫ് റോഡ് പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ചെറിയ ടോപ്പ് സ്പീഡിൽ ഒരു ചെറിയ ഹൈപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇങ്ങനെ ടയർ അപ്സൈസ് ചെയ്തതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഡിസ്കംഫോർട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചും കൂടി കംഫോർട്ട് കൂടിയതായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആദ്യം ചെറുതായി ഹാൻഡിലിങ്ങിലെല്ലാം വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൈഡ് ചെയ്ത് നല്ല കംഫോർട്ടായി തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ടയറിൻ്റെ സെക്ഷനിൽ ഇൻക്രീസ് വന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇൻക്രീസായി. അതേപോലെ തന്നെ വണ്ടിയുടെ ഹൈറ്റും ചെറിയ രീതിക്ക് കൂടിയിട്ടുണ്ട്. അടുത്തതായി നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് മഡ് ഗാർഡിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് RXൻ്റെ മഡ് ഫ്ലാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈസിയായി ചെയ്യാവുന്നതാണ്. ഒന്ന് ഹോൾഡിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് ലുക്സൊന്നും ഉണ്ടാവില്ല, എന്നാൽ യൂസ് നന്നായിട്ടുണ്ടാവും. അതായത് വണ്ടിയുടെ എൻജിനിലേക്ക് മഴക്കാലത്ത് ചെളി നന്നായി അടിച്ചു കയറും. അപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡാണ്. അടുത്തതായി നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് 2 ഷോക്ക് അബ്സോർബറും 2 ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടിക്കൊരു ഓഫ് റോഡ് ലുക്കും നൽകും. അതേപോലെ തന്നെ വണ്ടിയുടെ ഇന്നർ ട്യൂബിന് ഒരു പ്രൊട്ടക്ഷനുമാണ്. ചെളിയോ മണ്ണൊന്നും കയറാതെ ഫോർക്ക് സീലൊക്കെ ഡാമേജ് ആവാതെ നോക്കാൻ ഇത് സഹായിക്കും. വണ്ടിക്കൊരു എടുപ്പ് നൽകാൻ ഇതും ഒരു നല്ലൊരു മോഡാണ്. ഇങ്ങനെ ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നർ ട്യൂബിൻ്റെ കണ്ടീഷൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഊരിപ്പൊക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ മഴക്കാലത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തതായി ചെയ്തിരിക്കുന്നത് ഒരു യൂറോ 1 മോഡൽ സ്പ്ലെൻഡറിൻ്റെ ഫ്ലാറ്റ് ഗ്ലാസ് വരുന്നൊരു ടൈപ്പ് ഹെഡ്ലൈറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. വണ്ടിക്ക് ഒട്ടും ഹെഡ്ലൈറ്റിൽ നിന്നൊരു പെർഫോമൻസും ഉണ്ടാവില്ല. നമുക്ക് രാത്രി റൈഡിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും കാണില്ല. ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാനുള്ള ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. വേറെ ഒരു ഗുണവും ഇതുകൊണ്ടില്ല. യൂറോ 1ൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെഡ്ലാമ്പ് കയറ്റുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണലായിട്ട് 2 ഫോഗ് ലാമ്പ് വണ്ടിയിൽ പിടിപ്പിക്കേണ്ടി വരും, നൈറ്റ് റൈഡിങ്ങിനൊക്കെ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയൊരു പ്രൊജക്ടർ ലൈറ്റ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രൊജക്ടർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിലാണ് 2 പിടിപ്പിച്ചിരിക്കുന്നത്, ഹെഡ്ലൈറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അതിനുവേണ്ടി ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫ് ചെയ്യാൻ. ഇത് 2 കളറിലേക്ക് കത്തും, വെള്ളയും മഞ്ഞയുമായിട്ട് കത്തും. ഞാൻ വെള്ളയും മഞ്ഞയും അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂറോണിൻ്റെ പ്രകാശമില്ലാത്തൊരു പ്രശ്നം ഈ 2 ലൈറ്റ് കൊണ്ട് നമുക്കത് പരിഹരിക്കാവുന്നതാണ്. നൈറ്റ് റൈഡിങ്ങിലെല്ലാം അത്യാവശ്യം വെട്ടമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം രാത്രിയിലുള്ള കാഴ്ചയെല്ലാം കാണാൻ സാധിക്കും. അടുത്തതായിട്ട് വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈഡിങ് കംഫോർട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ ബാർ റേസർ വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ ബാർ റേസർ എന്നൊന്നും പറയാൻ പറ്റില്ല,
വണ്ടി എല്ലാവരും ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഈ ഹാൻഡിൽ ബാർ പിടിപ്പിക്കുന്ന ക്ലാമ്പിൻ്റെ ടോപ്പ് ലൈറ്റ് തിരിച്ചിട്ടിട്ട് എക്സ്ട്രാ വേറൊരു ടോപ്പ് ലൈറ്റ് മുകളിൽ വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഇഞ്ചൊക്കെ ഒരു ഹൈറ്റ് ഹാൻഡിൽ ബാർ ഒന്ന് റൈസ് ആയ പോലെയൊക്കെ തോന്നും. അത് നമുക്ക് റൈഡിങ്ങിൽ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ചെയ്തിരിക്കുന്നത് 2 സൈഡ് വ്യൂ മിററും പഴയ മോഡൽ ഹീറോ ഹോണ്ട CD100ൻ്റെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് വരുന്ന 2 മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റോക്ക് വരുന്ന മിറർ, അതായത് ഒരു ഓവൽ ഷേപ്പ് മിററാണ് വരുന്നത്. അതിനെക്കാട്ടിലും വണ്ടിക്ക് ഇണങ്ങുന്നതും ഈ റെക്റ്റാങ്കിൾ ടൈപ്പാണ്. അതായത് വണ്ടിയുടെ ഡിസൈൻ ഒരു ബോക്സി ഡിസൈനാണ്. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് ഇണങ്ങുന്നത് ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് മിററാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ കുറച്ചുകൂടി നീട്ടമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിയും കൂടുതലായിട്ട് എനിക്ക് ഈ മിററിലാണ് കിട്ടുന്നതായി തോന്നിയിരിക്കുന്നത്. അടുത്തതായി വണ്ടിക്ക് കുറച്ച് സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്ക് ബാഗ് ടാങ്കിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്ഥലവുമാണ്. ആ ഒരു യൂസബിലിറ്റിക്ക് വേണ്ടി വെച്ചതാണ്. അടുത്തായി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡായിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ഇത് ലുക്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ, വണ്ടിക്ക് നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യില്ല. 2 മൗണ്ടിങ് മാത്രമാണ് ഈ ക്രാഷ് ഗാർഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി എവിടെയും വീണ് ഇത് വളയാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ ചേസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു പേരിനൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയാവുന്നതേ ഉള്ളൂ. പ്യുവറായിട്ടും ഇതിന് ലുക്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. വണ്ടിയുടെ റിയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ടയറിൻ്റെ ഒരു അപ്പിയറൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലെ മഡ് ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റൈഡറിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നിൻ്റെ പുറത്തേക്ക് ചെളി തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലത്ത്. അതുകൊണ്ട് തന്നെ ആ കട്ട് ചെയ്ത പൊസിഷൻ നിലനിർത്താനും എന്നാൽ ചെളി തെറിക്കാതിരിക്കാനും വേണ്ടിയിട്ട് RXൻ്റെ പുറകിൽ വരുന്ന മഡ് ഫ്ലാപ്പ് ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ലുക്കും തരുന്നുണ്ട്. അതുപോലെ ഒരു യൂസബിളായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായി വണ്ടിയുടെ ഫ്രണ്ട് 2 ഷോക്കിലും ബാക്കിലെ 2 ഷോക്കിലും അതുപോലെ ചെയിൻ ഗാർഡിലും ബ്ലാക്ക് കളറ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിക്ക് ലുക്ക് കൂടുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം വരുന്നത് ഒരു അലുമിനിയം കളറാണ്, അതായത് എൻജിന് വരുന്ന കളറാണ് അവിടെയും വരുന്നത്. ഇങ്ങനെ ബ്ലാക്ക് കളർ ചെയ്യുമ്പം ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വണ്ടിയിൽ. അത് മെയിനായിട്ട് ലുക്സിന് വേണ്ടി ചെയ്തതാണ്. അതുപോലെ എൻജിൻ്റെ ചില ഭാഗങ്ങളിലും ചെറുതായി ബ്ലാക്ക് ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിങ്ങിനായിട്ട് ടോപ്പ് ഷിഫ്റ്റാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കംഫർട്ടിനായിട്ട് ഞാൻ CD ഡീലക്സിൻ്റെ ഗിയർ ഷിഫ്റ്ററാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. അടുത്തതായി വണ്ടിയുടെ എക്സോസ്റ്റിൽ വരുന്ന ഒരു മഫ്ലറിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്നത് എൻജിൻ്റെ ഫ്രീ ഫ്ലോ കൂട്ടാനും അതുപോലെ സൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പുറമേ അത് അറിയില്ല, എന്നാൽ ഒരു സൗണ്ടിൽ അത്യാവശ്യം നല്ല മാറ്റം കാണിക്കും. നമുക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. വണ്ടിയുടെ നിലവിൽ കിടക്കുന്ന ചെയിൻ സ്പ്രോക്കറ്റ് പുറകിൽ വരുന്നത് 32 ടീത്തിൻ്റെയാണ്. മുമ്പുണ്ടായിരുന്നത് ഒരു 35 ടീത്തിൻ്റെ ആയിരുന്നു.
അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 50ലും ഒരു 55 ആ ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ 32ൻ്റെ ആയപ്പം സ്പ്രോക്കറ്റ് സൈസ് കുറഞ്ഞപ്പം എനിക്ക് ഒരു 60-65 ആ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ ഒരു ഇനീഷ്യൽ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ക്രൂസിങ് സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ഹൈവേയിൽ നല്ല മൈലേജും കിട്ടുന്നുണ്ട്, എന്നാൽ സിറ്റിയിൽ അധികം മൈലേജ് കിട്ടാത്ത പോലെയും തോന്നുന്നുണ്ട്. അതുപോലെ പുറകിൽ 16 ഇഞ്ച് അതായത് SDVയിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ 16 ഇഞ്ചുള്ള വണ്ടികളൊക്കെ ഓടിച്ച് നോക്കിയപ്പം ടോപ്പ് സ്പീഡ് ഭയങ്കര കുറവാണ്, ക്രൂസിങ് സ്പീഡ് ഭയങ്കര കുറവാണ്. അതുപോലെ വണ്ടി ഒന്ന് ഇരുന്ന പോലെയുണ്ട്, അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ 18 ഇഞ്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ ലുക്സ് ഭയങ്കരമായി ഇമ്പ്രൂവ് ചെയ്യും 16 ഇഞ്ച് കയറ്റുമ്പോൾ, പക്ഷേ നമുക്ക് അത് യൂസബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ ഫ്യൂച്ചറിലൊരു റേഡിയം പ്ലഗ് ആഡ് ചെയ്യണമെന്നുണ്ട്. അത് പ്ലഗിൻ്റെ ലൈഫും കൂടുതലായിരിക്കും, അതുപോലെ മൈലേജിലും പെർഫോമൻസിലും ചെറിയൊരു ഇൻക്രീസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്ലച്ചൊന്ന് ചെറിയ രീതിക്ക് പവർ കയറ്റണമെന്നുണ്ട്, ഒരു ഇനീഷ്യൽ ഒന്ന് ചെറിയ രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. വലിയ ഡിഫറൻസ് ഒന്നും അതിലും കാണിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലിടുക, ഞാൻ റിപ്ലൈ ചെയ്യും. കണ്ടതിൽ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.